ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. നോർമലായിട്ടുള്ള ഫെവിക്കോൾ പോലത്തെ വൈറ്റ് കളറിലെ പശയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു വീഡിയോസിൽ കാണിച്ച പോലെ B7000 6000 ഒന്നും ആവശ്യമില്ല. ഇത് ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് വെള്ള കളറായിരിക്കും, ഇതെങ്ങനെ മഞ്ഞ കളറായി എന്നുണ്ടാവും. മഞ്ഞ കളർ കൊടുത്തതാണ് ഇത്. മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ലത് ഈ മഞ്ഞ കളറായതുകൊണ്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള കളർ കൊടുത്താൽ മതി, നമ്മളെ വീട്ടിലുള്ള കളറുകൾ കൊടുത്താൽ മതി. ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് എവിടുന്നാണ് കുന്തൻ സ്റ്റോണുകളൊക്കെ വാങ്ങിക്കുന്നത് എന്നുള്ളത്. ഞാൻ ചെന്നൈ പോയപ്പോൾ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് മീഷോയിൽ നോക്കിയാലും കിട്ടും എല്ലാ സാധനങ്ങളും. കുന്തൻ സ്റ്റോണും ബീഡ്സും ഒക്കെ മീഷോയിലുണ്ടാവും. കളറായിട്ടുള്ള കുന്തൻ സ്റ്റോണും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതന്നെ വേണമെങ്കിൽ ഇപ്പോൾ കളറായിട്ടുള്ള നെക്ലസ് പോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ചെയ്തെടുക്കുന്നത് ഈ കളറാണ്, ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ടായിരുന്നു സെല്ല് ചെയ്യുന്നുണ്ടോയെന്ന്. സെല്ലിങ് തുടങ്ങിയിട്ടില്ല, കാരണം മെറ്റീരിയൽസ് അധികമൊന്നുമില്ല. ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ സെല്ലിങ് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട്. ഇതിന് OHP ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് ഉപയോഗിച്ചാലും മതി. അതുപോലെ തന്നെ ഒരു വാക്സ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതൊരു ബ്രൗൺ കളറായിരിക്കും. അത് ചെറിയ പീസിന് 3 രൂപ ഇട്ടൊക്കെ വരിക. അതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. OHP ഷീറ്റിൽ ചെയ്തെടുക്കാതെ ഇതുപോലെ ക്യാൻവാസിൽ ചെയ്തെടുത്താൽ ഒന്നും കൂടി ഒരു ഫ്ലെക്സിബിൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മളെ ഐഡിയ അനുസരണം ചെയ്തെടുക്കാവുന്നതാണ്. ഏത് ഡിസൈൻ വേണമെന്നൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ അത്രയ്ക്ക് ഹെവി ഒന്നുമല്ല. ഷോപ്പിലൊക്കെ 25 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ ഒരു പാക്കറ്റിൽ കുന്തൻ സ്റ്റോൺ കിട്ടും. എല്ലാ സ്ഥലത്തും ഇതുപോലെയാണെന്ന് അറിയില്ല. കളറായിട്ടുള്ളത് ഞാൻ ഇവിടെ ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല. കളറായിട്ടുള്ളതൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ തന്നെ വാങ്ങിച്ചതാണ്. അത് തന്നെ പലതിനും പല ഷേപ്പിനും പല റേറ്റുമാണ് വരുന്നത്. കുന്തൻ സ്റ്റോൺ കളറായിട്ടുള്ളതിന് ഒരു റേറ്റും കളറില്ലാത്തതിന് വേറെ റേറ്റും വരുന്നുണ്ട്. കളറായിട്ടുള്ള കുന്തൻ സ്റ്റോണിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്നൊരു ഗ്ലോസി ടൈപ്പും വരുന്നുണ്ട്, ഒന്ന് നോർമൽ ടൈപ്പും വരുന്നുണ്ട്. ഒന്ന് കുറച്ച് തിളക്കമുള്ള പോലെ തോന്നും, ഒന്ന് നോർമലായിട്ടും. തിളക്കമുള്ളതിന് കുറച്ച് റേറ്റ് കൂടും. റോസ് ടൈപ്പ് ഉള്ളത് ഞാൻ പച്ചയും വൈറ്റും ആയിട്ട് ഒരു കമ്മൽ ചെയ്തിട്ടുണ്ട്. അത് ചാനൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ചില സ്റ്റോണുകളുടെ വ്യത്യാസവും വരിക. ഇതൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് അധികം നേരം തന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി വെക്കുക. ഒന്നുമില്ലെങ്കിൽ രാത്രി ചെയ്തിട്ട് രാവിലെ എടുത്ത് കട്ട് ചെയ്താലും മതി. അതൊക്കെ തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാലുള്ള വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുക. ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് ഐപ്പിന്നിൻ്റെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നമ്മളെ മക്കൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കും തന്നെ യൂസ് ചെയ്യാം. താങ്ക്